ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖാണെന്നിരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഹോസ്പിറ്റൽ വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പം 3 ദിവസത്തെ കുറച്ച് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ കാണാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് ഉമ്മ, നിഷാദ്, ബിലാൽ, ഇത്താത്ത എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മിസബ് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഉമ്മക്ക് ഭയങ്കര ടെൻഷനാണെന്നൊക്കെ. അപ്പോൾ ഉമ്മ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്ന സമയത്ത് വലുതായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ അവർ കുറച്ച് സമയം ഇരുന്നു. പിന്നെ അവർ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് തിങ്കളാഴ്ചയാണ് കേട്ടോ, ഫസ്റ്റ് നോമ്പിൻ്റെ അന്ന് വന്നതാണ്. അപ്പോൾ അവർ തിരിച്ച് പോവാണ്. കുറച്ച് സമയം നിന്നതിന് ശേഷം സുൽത്താൻ്റെ ഒക്കെയാണ് കേട്ടോ വന്നത്. സുൽത്താനുണ്ടായിരുന്നു. അവർ പിന്നെ നോമ്പല്ലേ, അവർ കുറേ സമയം നിന്നിട്ടില്ല, കുറച്ച് സമയം നിന്നു. ഓപ്പറേഷൻ ആയിട്ടില്ല. അപ്പോൾ അവനെ കുറേ സമയം അവരെ നിർത്തിയും ചെയ്യില്ല കേട്ടോ. അങ്ങനെ അവരൊക്കെ പോയി. പിന്നെ ഇത്താത്ത ഉണ്ട് കേട്ടോ, ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു. ഇത്താത്ത തിരിച്ചു പോയിട്ടില്ല. പിന്നെ നമ്മളെ അടുത്തുള്ളവർ 2 മക്കളുണ്ടായിട്ട് ഇങ്ങനത്തെ വീഡിയോയിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പോകുമ്പോഴത്തേക്ക് വേറെ 2-3 മക്കൾ വന്നു കേട്ടോ. അപ്പോൾ അവരെ ഉമ്മാൻ്റെ ഫാമിലിയിൽ ഇവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഏട്ടത്തി മക്കളൊക്കെ കൂട്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അത് അവർ ബുക്കിലൊക്കെ ചിത്രമൊക്കെ വരച്ചിട്ട് എനിക്ക് കൊണ്ട് കാണിച്ചു തരാം കേട്ടോ. നല്ലോണം പാട്ടൊക്കെ പാടും. പോയ ശേഷം കേട്ടോ ഉമ്മ പറയുന്നത് അവൾ പാട്ടൊക്കെ പാടും, കൊണ്ട് പാട്ട് പഠിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾ പിന്നെ വന്നിട്ടില്ല കേട്ടോ. ഇവിടെ ഉള്ളവർക്ക് കുഞ്ഞു മക്കളെ കാണാൻ ഭയങ്കര ആഗ്രഹം. എന്താണെന്നറിയോ, വീട്ടിലത്തെ മക്കളെയും പിന്നെ മക്കളെയും മക്കളെയൊക്കെ ഇങ്ങനെ എന്ന് വെച്ചാൽ വീട്ടിൽ ഉണ്ടായിട്ട് ഒന്നിച്ച് ജീവിച്ചിട്ട് ഇവിടെ വന്നിട്ട് 1 മാസം 4 മാസമൊക്കെ നിൽക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ മക്കളെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഫസ്റ്റ് നോമ്പിൻ്റെ നോമ്പ് മുറിക്കാൻ കേട്ടോ ഫ്രൂട്ട്സും ഈത്തപ്പഴവും പിന്നെ സമൂസയും കല്ലുമ്മക്കായൊക്കെ ആയിരുന്നു മേടിച്ചത് കേട്ടോ. മുട്ടയൊക്കെ ആയിരുന്നു മേടിച്ചായിരുന്നു. അപ്പോൾ ഇത്താത്തി ഞാനും കൂടി നോമ്പ് മുറിക്കുകയാണ് കേട്ടോ. ഫസ്റ്റത്തെ നോമ്പ് മുറിയുടെ കയ്യിലെ സാധനം കേട്ടോ. അപ്പോൾ ചായ മേടിച്ചിട്ടുണ്ടായിരുന്നു, ജ്യൂസ് മേടിച്ചിട്ടില്ല കേട്ടോ. ജ്യൂസൊന്നും വേണ്ട പറഞ്ഞു ഇത്താത്ത. പിന്നെ ചായയാണ്. അപ്പോൾ നമ്മൾ ചായയും കുടിച്ച് പിന്നെ വെള്ളവും ചായയും എല്ലാം കൂടി പിന്നെ ഫ്രൂട്ട്സൊക്കെ ഇത്താത്ത വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. അങ്ങനെ നോമ്പൂരിയൊക്കെ കഴിഞ്ഞു. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടോ. അപ്പോൾ ചപ്പാത്തിയാണ് കേട്ടോ. ചപ്പാത്തി അവിടെ നിന്ന് കിട്ടുന്നതാണ്. ചപ്പാത്തിയും കുറുമക്കറിയും കിട്ടും. പിന്നെ ചിക്കൻ കറി ഷാവ് വേണിച്ചതാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറിയും എല്ലാം കൂടി നമ്മൾ കഴിച്ചു. പിന്നെ ഇത് മക്കൾ വന്നാലൊരു രസം തന്നെ കേട്ടോ. പിന്നെ എല്ലാവരും ഒന്നിച്ചാണ് കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്തായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള സമയത്തായിക്കോട്ടെ ഡോക്ടർമാർ വരുമ്പോൾ എല്ലാവരും അപ്പുറം പോകും. അല്ലെങ്കിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് സംസാരിക്കും. നല്ലൊരു കുടുംബം പോലെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു മോനെ കിട്ടിയപ്പോൾ എല്ലാവരും ഒന്നിച്ച് ഒരു ബെഡിൽ വന്നിട്ട് ഇരുന്നിട്ട് സംസാരിക്കാം കേട്ടോ. അപ്പോൾ ചേച്ചി എന്തൊക്കെയോ പറയുന്നു, പാട്ട് പാടി ഡാൻസ് കളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാം കേട്ടോ. ചേച്ചി ഇങ്ങനെ മോനോട് പറയുന്നത് ഇങ്ങനെ കളിക്കുന്നൊക്കെ പറയുന്നതാണ്. അത് കണ്ടിട്ട് മോൻ ഇങ്ങനെ നോക്കി നിൽക്കാം കേട്ടോ. അങ്ങനെ ഇവരൊക്കെല്ലാം മക്കളൊക്കെ ഉണ്ട് വീട്ടിൽ. അപ്പോൾ അവരൊക്കെ മിസ് ചെയ്യുന്നത് ഇങ്ങനെ മക്കളെല്ലാം കാണുമ്പം അവരിങ്ങനെ പറയാം കേട്ടോ, നമ്മളെ മക്കളിങ്ങനെയാണ് അങ്ങനെയാണെന്ന് അവരും പറഞ്ഞിരുന്നു. പാട്ടോടും വിളിച്ചിട്ട് സംസാരിക്കും, വീഡിയോ കോൾ വിളിച്ചിട്ട് സംസാരിക്കും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ മക്കളെ കാണുമ്പോൾ അവർക്കൊരു സന്തോഷമാണ് കേട്ടോ. കുറേ ആയില്ലേ മക്കളെ കാണാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവരൊക്കെ സംസാരിക്കുന്നു. പിന്നെ ചേച്ചി തമിഴ്നാട്ടിൽ നിന്ന് വന്നത് കേട്ടോ. 10 വയസ്സിൽ വന്നിട്ട് നമ്മളെ കേരളത്തിൽ വന്നിട്ട് ജീവിക്കുന്നതാണ്. അപ്പോൾ ചേച്ചിക്ക് ഭർത്താവും മക്കളൊക്കെ ഉണ്ട് നാട്ടിൽ. അതൊക്കെ ഇങ്ങനെ കഥ പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഓരോരാളെ കഥ കേൾക്കാം കേട്ടോ. ഓരോരാളെ അവസ്ഥ ഇങ്ങനെ പറയും. അപ്പം എല്ലാവരും എന്താ വെച്ചാൽ വീഡിയോ എടുക്കുന്നതിന് അവർക്കൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ നമ്മളെല്ലാം സംസാരിച്ചിരിക്കുകയാണ്. പിന്നെ ഇതിന് കുറച്ചപ്പുറത്ത് തന്നെ ഓപ്പറേഷൻ ചെയ്ത വാർഡ് കിടത്തുന്ന റൂമാണ് കേട്ടോ. റൂമായിട്ടില്ല, റൂമാണ് ഈ വാർഡ് പോലെ തന്നെ, പക്ഷേ ചെറിയൊരു മതിലുണ്ട് കേട്ടോ. മതിൽ പോലെ എന്താ പറയുക, ചെറുങ്ങനെ കെട്ടിയിട്ടുണ്ട്. അപ്പുറത്തേക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇതൊക്കെ അവിടെ പോയിട്ട് നിന്നിട്ട് അവരോട് സംസാരിക്കണം കേട്ടോ. അപ്പുറം അവിടെ നിന്ന് സംസാരിക്കും. അവരിപ്പുറത്തേക്കും വരും കേട്ടോ. പിന്നെ അവിടെ താഴെ കിടക്കുന്നവരൊക്കെ ഇപ്പുറം ബെഡ് ഒഴിഞ്ഞുകൊണ്ട് ഇപ്പുറം വന്ന് കിടക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നല്ല പാട്ടും നല്ല കഥ പറച്ചിലൊക്കെയാണ് കേട്ടോ. ഇങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ നല്ല സുഖമാണ്. പക്ഷെ ആരും ഹോസ്പിറ്റലിലേക്ക് ഓരോ സുഖമായിട്ട് അഡ്മിറ്റ് ആകാനോ കാണിക്കാനോ എത്താണ്ടിരിക്കട്ടെ. റമളാൻ മാസത്തെ വർക്കത്തോട് പ്രത്യേകിച്ചിട്ടും ആർക്കും അസുഖമൊന്നും ഇല്ലാതിരിക്കട്ടെ. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയിട്ടോ. പിറ്റേന്ന് രാവിലെ വെച്ചാൽ 2ാമത്തെ നോമ്പിന് വന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഇങ്ങനെ ജനലൊക്കെ തുറന്നു പുറത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു വേറെ തന്നെ രസമായിട്ടോ. എല്ലാ ദിവസവും രാവിലെ തന്നെ ഡോക്ടർ വരും കേട്ടോ. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച ആയിരുന്നുകൊണ്ട് തിങ്കളാഴ്ച തളിപ്പറമ്പിലാണ് കേട്ടോ ഡോക്ടർ കോപ്പി. അപ്പോൾ തിങ്കളാഴ്ച കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 9 മണിയാകുമ്പോൾ 8-9 മണിയാകുമ്പോഴേക്കും തളിപ്പറമ്പിലെത്തും. കോപ്പി കാണിക്കാൻ പറ്റും. ഞാനെല്ലാം അധികം തളിപ്പറമ്പിൽ തന്നെയാണ് കേട്ടോ ഡോക്ടറെ കാണിക്കൽ. അപ്പോൾ രാവിലെ
8 മണിക്കായാലും 9 മണിക്കായാലും വന്നാൽ രാത്രി എത്ര പേരുണ്ട് അത്ര ആളെ നോക്കിയിട്ട് ഡോക്ടർ പോകാറുള്ളൂ. പിന്നെ വൈകുന്നേരം ആയിട്ടോ പിന്നെ ഒരാൾ കാർഡ് കൊണ്ട് തന്നെയാണ് നോമ്പ് തുറക്കേണ്ട സാധനമുണ്ട് മേടിക്കാൻ വരണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും എന്ന് വെച്ചാൽ നമ്മൾ നോമ്പെടുത്തവർക്ക് ഇങ്ങനെ മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പം അതവിടെ മേടിച്ച് വെച്ചിട്ടോ വന്നിട്ട് മേടിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതൊക്കെ മേടിച്ച് വെച്ചു. പിന്നെ വൈകുന്നേരം വെറുതെ ഇരിക്കല്ലേ അപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാമെന്നൊക്കെ വിചാരിച്ചു നടന്നു. അപ്പോൾ നിഷാദ് ഷമുത്തി കേട്ടോ. നിഷാന് ഭയങ്കര ക്ഷീണമാണ്. വെയിലത്ത് വന്നതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നോമ്പും ഇല്ലതല്ലേ വെയിലത്ത് വന്നത്. പിന്നെ ഞാൻ എൻ്റെ വീഡിയോ കുറച്ച് ദിവസമായിട്ട് എടുക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കാതെ വീഡിയോ എടുത്തിട്ടാണ് കേട്ടോ ഇങ്ങനെ കിട്ടിയത്. അപ്പം തിരിഞ്ഞിട്ടൊക്കെയാണ് വീഡിയോ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ല എന്ന് വിചാരിക്കുന്നു വീഡിയോ കാണുമ്പം. പിന്നെ പിന്നെ അവർ സാധനം മേടിക്കാൻ പോയത് കേട്ടോ. ചായയും പിന്നെ നോമ്പൊരിക്കേണ്ട സാധനമൊക്കെ മേടിക്കാൻ പോയതാണ്. അപ്പോൾ നിഷാദും ഉണ്ടല്ലോ, നിഷാദും ശ്യാമാട്ടോ പോയത്. പിന്നെ നോമ്പൊരിക്കേണ്ട സാധനം വെച്ചാൽ പിന്നെ ഉമ്മ ഫ്രൂട്ട്സൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത്തപ്പയും എല്ലാം ഉമ്മ കൊടുത്തയച്ചതാണ്. പിന്നെ കല്ലുമ്മക്കായും ചായ ഇവിടുന്ന് മേടിച്ചു. പിന്നെ അവർ നോമ്പ് തുറക്കേണ്ട സാധനം എന്താ പത്തലും കറിയാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ അതും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കല്ലുമ്മക്കായും പിന്നെ ജ്യൂസ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രൂട്ട്സ് പിന്നെ ഇത്തപ്പയൊക്കെ ഉമ്മ കൊടുത്തിട്ടതാണ്. അതൊക്കെ ഉമ്മ മുറിച്ചിട്ട് തന്നെ കൊടുത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ അതൊക്കെ കൂട്ടി നോമ്പൊക്കെ മുറിച്ചു. പത്തലും കാര്യം പിന്നെ അന്നേരം കഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ, ഫ്രൂട്ട്സൊക്കെ ഉണ്ടല്ലോ എന്നിട്ട് അങ്ങനെ പത്തലും കറിയൊന്നും കഴിച്ചില്ല. അപ്പം നിഷാദിന് ഭയങ്കര തിരക്കട്ടോ പോവാൻ. അപ്പോൾ എനിക്ക് നന്ന കഴിയാണ്ടായിരുന്നു. പിന്നെ നിഷാദ് ഉപ്പിൽ പോയി. ഞങ്ങളെല്ലാം അവർ പോയതിന് ശേഷമാണ് കേട്ടോ ബാക്കി നമ്മൾ പിന്നെ ഫുഡ് കഴിച്ചത്. പിന്നെ ഇഞ്ചക്ഷനൊക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഫുഡ് അവർ ഡ്രസ്സൊക്കെ അലക്കേണ്ട ഡ്രസ്സൊക്കെ അവരിങ്ങനെ കൊണ്ടുപോകും കേട്ടോ ഡെയിലി. ഷാമോ സിനാനോ വന്നിട്ട് അങ്ങനെ കൊണ്ടുപോക്കാന്ന് അങ്ങനെ അവർ ഡ്രസ്സൊക്കെ എടുത്തു. അവരൊക്കെ പോവാണ് കേട്ടോ. പിന്നെ നിഷാദിന് നോമ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നിഷാന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. അത്ര ദൂരത്ത് വെയിലത്ത് വന്നതുകൊണ്ടാണ് ക്ഷീണം മാറിയിട്ടേ ഇല്ല. അപ്പോൾ അവർ പോവാണ്. ഷാ പറയുന്നുണ്ടായിരുന്നു ഷാ ഇവിടെ കിടക്കാതൊക്കെ. പക്ഷേ അവിടെ ഷാമ കിടക്കുന്നില്ല, ഇത്താത്തുണ്ടല്ലോ, അതുകൊണ്ട് ഷാമ അങ്ങനെ നിന്നിട്ടില്ല. അങ്ങനെ നമ്മുടെ അയൽത്തിലവരൊക്കെ കൂടിയിട്ട് എല്ലാം ഷെയർ ചെയ്തിട്ട് ഫുഡ് കഴിക്കാണ് കേട്ടോ. ചോറും പത്തലും കറിയൊക്കെ ഇട്ട് പിന്നെ പിറ്റേന്ന് രാവിലെ ആയി കേട്ടോ. പിന്നെ ഞാൻ ഡോക്ടറാണ് ഞാൻ ഇനി നിൽക്കില്ല ഡോക്ടർ, എനിക്കിപ്പം എന്തായാലും ചെയ്യണ്ട, നമുക്ക് നോമ്പ് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡിസ്ചാർജ് വാങ്ങി കേട്ടോ. ചോദിച്ച് വാങ്ങി ഡോക്ടർ എന്നാൽ പിന്നെ നോമ്പ് കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന്. ഒരു സമയം കൂടെ നിൽക്കുന്നതൊക്കെ എല്ലാം ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് നോമ്പ് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ്. പിന്നെ ഞാൻ പറഞ്ഞു നീ പോകണ്ടേ, നീ പോവല്ലേ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. മാസം കഴിഞ്ഞിട്ടോ അവർക്ക് ഷുഗറൊക്കെ ആയിട്ട് കാലിൻ്റെ വിരലൊക്കെ മുറിച്ചിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്നതാണ്. കേക്കൊക്കെ കുത്തി സൂചിയൊക്കെ എടുത്തു. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ കുറച്ച് സമാധാനമായി കേട്ടോ. അങ്ങനെ ഇഞ്ചക്ഷൻ ഉണ്ടായിട്ടോ 3 നേരം. അപ്പോൾ ആ ഇഞ്ചക്ഷൻ്റെ ഗുളിക എഴുതി തന്നു. ഇഞ്ചക്ഷന് പകരമില്ല, അതിന് പകരം ഗുളിക എഴുതി തന്നു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് കാണിക്കാൻ പോകാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന് ഗുളികയൊക്കെ മേടിച്ചു. ഞാൻ നാട്ടിലേക്ക് വരികയാണ് കേട്ടോ. മാഷാ അല്ലാഹ് നാട്ടിലേക്ക് വരുന്നതെന്ന് പറയുമ്പോൾ ഒരു സന്തോഷമായി കേട്ടോ. നോമ്പിന് ഹോസ്പിറ്റലിൽ നിൽക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ റൂമിലുള്ള എല്ലാവരുടെയും യാത്രയൊക്കെ പറഞ്ഞു, നേഴ്സുമാരോടൊക്കെ പറഞ്ഞു കേട്ടോ. ഇനി ഇങ്ങോട്ടേക്ക് വരില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് വരില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞാൻ വന്നു. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി മാഷാ അല്ലാഹ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.